പോലീസിനെ വെല്ലുവിളിച്ച് വട്ടം കറക്കിയ അർജുൻ ആയങ്കിയെ കണ്ണൂർ താളിക്കാവിലെ അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് പുലർച്ചെ 2:30 പിടികൂടിയത്. ചുടലയിൽ ആയങ്കി എത്തിച്ചത് ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരമാണ് നിർണായകമായത്. അഭിഭാഷകരുടെ അപ്പാർട്ട്മെന്റിൽ എത്തിയത് നെക്സൺ കാറിൽ. എല്ലാ ദൃശ്യങ്ങളും പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ്. ഒരാഴ്ച മുമ്പ് പോലീസിനെ വെല്ലുവിളിച്ച് കടന്ന അർജുൻ ആയങ്കി അവസാനം ഓടി എത്തിച്ചേർന്നത് കണ്ണൂർ താളിക്കാവിലെ ഈ അപ്പാർട്ട്മെന്റിലാണ്. ഇന്നലെയാണ് അർജുൻ ആയങ്കി തളിപ്പറമ്പിൽ ഉണ്ട് എന്നുള്ള രഹസ്യ വിവരം പോലീസിന് ലഭിക്കുന്നത്. തളിപ്പറമ്പിൽ ഒരു ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു അർജുൻ ആയങ്കി. അവിടെ നിന്നും ഒരു ഓട്ടോറിക്ഷയിൽ ചുടല എന്ന് പറയുന്ന തളിപ്പറമ്പിൽ നിന്നും പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന തളിപ്പറമ്പിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് ഓട്ടോറിക്ഷയിൽ ചെന്നിറങ്ങുന്നു. അവിടെ നിന്നും ഒരു ചുവപ്പ് നെക്സോൺ കാറിൽ അർജുൻ ആയങ്കി ചുടലയിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ നിന്നും കാറുകൾ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അർജുന് പല ആളുകളിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു അർജുൻ ആയങ്കി ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരം ഏകദേശം 3:45 കൂടിയാണ് ഈ ഫ്ളാറ്റിന് അല്ലെങ്കിൽ ഈ അപ്പാർട്ട്മെന്റിന് സമീപത്തെ റോഡിലേക്ക് അർജുൻ ആയങ്കി ചുവപ്പ് നെക്സോൺ കാറിൽ എത്തുന്നത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 10 മണിക്കൂറോളം സമയം അർജുൻ ആയങ്കി ഈ ഫ്ളാറ്റിൽ തന്നെ ചിലവഴിക്കുകയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയിട്ടേയില്ല. ഇന്നലെ രാത്രി, അതായത് പുലർച്ചെ 1:25 കൂടിയാണ് 2 പോലീസ് ജീപ്പുകളിലായി പോലീസ് ഉദ്യോഗസ്ഥർ അർജുൻ ആയങ്കിയെ കൃത്യമായി നിരീക്ഷിച്ച് ഈ സ്ഥലത്തുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കി ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത്. അതിനുശേഷം 2:45 കൂടി അർജുൻ ആയങ്കിയെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. വൈദ്യപരിശോധന പൂർത്തിയാക്കുന്നു. ആ ഘട്ടത്തിലും അർജുൻ ആയങ്കി പറഞ്ഞ പ്രതികരണം ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. കാരണം കടലിൽ കാണാതായവരെ തിരഞ്ഞു കിട്ടിയോ എന്നുള്ള ചോദ്യമാണ് അർജുൻ ആയങ്കി ആ ഘട്ടത്തിലും ഉയർത്തിയത്. കടലിൽ കാണാതായവരെ കിട്ടിയ എന്റെ ജീവിതം നശിപ്പിച്ച ആളല്ലേ, പിന്നെന്താ? വെല്ലുവിളിയൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞ ഏകദേശം ഒരു 4-5 ദിവസമായി പോലീസിനെ വട്ടം ചുറ്റിച്ച് കറക്കിയിട്ടുള്ള, അല്ലെങ്കിൽ പോലീസിനെ കണ്ണുവെട്ടിച്ച് പലയിടങ്ങളിലേക്കായി ഒളിച്ചു പോയിട്ടുള്ള അർജുൻ ആയങ്കി അവസാനം വിലങ്ങ് വെച്ച് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവിടെ എത്തിക്കുകയായിരുന്നു. അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.